ടിനി ടോമിനെതിരെ വലിയ ആരോപണമാണല്ലോ വരുന്നത്. ഇപ്പോൾ ടിനി ടോമിന്റെ ഒരു ഗ്യാങ് ഉണ്ട് അമ്മയിൽ എന്ന് പറയുന്നു. ഇത്രയും നാളും അമ്മ പിരിച്ചുവിടാത്തതിനെതിരെയും മാറാത്തതിനെതിരെയൊക്കെയായിരുന്നു. പക്ഷെ പുതിയ ഭരണസമിതി വന്നപ്പോൾ അതിലും തമ്മിത്തെല്ലും അവിഹിത കഥകളും ജിഹാദി എന്ന് പറയുന്ന ആക്ഷേപവും ഒക്കെയാണ് വരുന്നത്. ഇത് മാറില്ല? ഈ തമ്മിത്തല്ല് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളതാണോ? ഇത് ഞാൻ നേരത്തെ തന്നെ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അന്ന് കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ തന്നെ ആളുകളുടെ കണ്ണീർ പൊടിയിടാൻ വേണ്ടി ഒരു വലിയ മറ്റേ വാർത്താ പരമ്പരകൾ തന്നെ നടത്തിയിരുന്നു. AMM എന്തോ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്, അതിഗംഭീരമായിട്ടുള്ള മാറ്റമാണ്, ഇതാ സ്ത്രീകൾ അധികാരം ഏറ്റെടുത്തിരിക്കുന്നു. ഇതിലൊക്കെ വല്ല കഥയുള്ള കാര്യമാണ്. സ്ത്രീകളായാലും പുരുഷന്മാരായാലും അവർ മര്യാദക്കാരായിട്ടുള്ള ആളുകളായി മാറുക എന്നുള്ളതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ മര്യാദക്കാരായിട്ടുള്ള ആളുകൾ അവിടെ ചെന്ന് ഇരിക്കുക എന്ന് പറയുന്നത് തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ആകെ 504 മെമ്പർമാരേ ഉള്ളൂ. അല്ലെങ്കിൽ പുറത്തുനിന്ന് ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കൊണ്ട് കിട്ടണം. ഇത് നടക്കുന്ന കേസല്ല. അവിടെ അധികാരമുള്ളത് മമ്മൂട്ടിയും മോഹൻലാലിനും ഒക്കെയാണ്. അതിൻ്റെ പുറത്ത് ഒരു കൺട്രോൾ ഉള്ളത്. കാരണം അവരെ ചുറ്റിപ്പറ്റിയാണ് ആ ഇൻഡസ്ട്രി നിലനിൽക്കുന്നത്. അതിലുള്ള 90% പേർക്ക് ജോലി കിട്ടണമെങ്കിൽ ഈ പറയുന്ന പൃഥ്വിരാജോ അല്ലെങ്കിൽ ഫഹദ് ഫാസിലോ അല്ലെങ്കിൽ മമ്മൂട്ടിയോ മോഹൻലാലോ അതുപോലെയുള്ള ഒരു വലിയ ബൃന്ദമുണ്ട്. അതായത് അവരുടെ ഡേറ്റ് കിട്ടിയാലാണ് ആ സിനിമ വിജയിക്കുന്നത്. അവരുടെ പേരിലാണ് സെല്ല് ചെയ്യപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന, അവരെ ഒരു കാരണവശാലും വേദനിപ്പിക്കാത്ത ആ താരങ്ങൾക്ക് മാത്രമേ അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? അതായത് മമ്മൂട്ടിയാണോ മോഹൻലാലാണോ നല്ലത് എന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ഒരു താരാഭിപ്രായം വന്നിട്ടുണ്ട്? ഒരിക്കലും പറയില്ലല്ലോ. മമ്മൂട്ടിയാണോ മോഹൻലാലാണോ നല്ലതെന്ന് വെച്ചാൽ മമ്മൂട്ടിയേക്കാൾ നല്ലതാണല്ലോ, മോഹൻലാലിനേക്കാൾ നല്ലതാണല്ലോ, മമ്മൂട്ടിയേക്കാൾ നല്ലതാണല്ലോ, മോഹൻലാലിനേക്കാൾ നല്ലതാണല്ലോ. ലാസ്റ്റ് ഈ ഉത്തരവ് സംസാരിക്കില്ല. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പല ഇഷ്ടങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവരുടെ അവസരം പോകും എന്നുള്ളത് കൊണ്ട് ഇതുപോലെയുള്ള തരികട കാണിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അന്ന് തന്നെ ഞാൻ പറഞ്ഞതാണ്, ഇത് ശ്വേതാ മേനോനൊന്നും വന്നിട്ട് ഇത്ര വലിയ ഏതാണ്ട് പരിഷ്കരണം നടത്തുമെന്നൊന്നും നിങ്ങളാരും വിചാരിക്കുന്നതിൽ ഒരു അർത്ഥമില്ലെന്ന് ഞാൻ പറഞ്ഞാണ്. ഇപ്പോൾ പഴയതിനേക്കാൾ മോശപ്പെട്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഈ പലരുടെയും പിന്തുണ ഉള്ളത് കൊണ്ടിട്ടാണ് ശ്വേതാ മേനോൻ എത്തുന്നത്. പിന്നെ ഈ സംഘടനകളിലേക്ക് ആളുകൾ ഇടിച്ചു കയറുന്നത് എന്തിനാണെന്നറിയാമോ? അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഇതിൽ വലിയ സമ്പന്നമായിട്ടുള്ള ഒരു സംഘടനയാണ്, വലിയ പണമുള്ള ഒരു സംഘടനയാണ്. ഈ സംഘടനയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു വരുമ്പോൾ അപ്പം തന്നെ ഒരു വാദം കേൾക്കുക. എന്താണെന്നറിയാമോ? ഏതോ 10-35 പേർക്കോ 150 പേർക്കാറ്റേ കൈനീട്ടം കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ കൈനീട്ടം കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ 500 പേർക്ക് കൊടുക്കുന്നുണ്ട്. 5000 രൂപ കൈനീട്ടം കൊടുത്ത് എത്ര രൂപയൊന്നും ഈ പറയണത്. അപ്പോൾ അത്തരത്തിലുള്ള കൈനീട്ടം കൊടുക്കുന്നുണ്ട്. അതെന്തോ മഹത്തരമായ കാര്യമാണ്. ഇനി അടുത്തൊരു തമാശ താങ്കൾക്കറിയോ? ഈ കൈനീട്ടം കൊടുക്കുന്നവർക്കൊന്നും വോട്ട് ചെയ്യാൻ അധികാരമില്ല. ഈ ലോകത്ത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? നാളെ കേരള ഗവൺമെൻറ് പറയുകയാണ്, നിങ്ങൾക്ക് കാര്യം ശരി, നമ്മുടെ ഇന്ന് 62 ലക്ഷം പേർക്ക് പെൻഷൻ മേടിക്കാം. പക്ഷെ പെൻഷൻ മേടിച്ചൊരു കാര്യമുണ്ട്, പിന്നെ നിങ്ങൾ അടിമകളാണ്, നിങ്ങൾക്ക് വോട്ടില്ല എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അത്ര മഹത്തരമായൊരു സംഘടനയാണ് ഈ 504 പേരുടെ സംഘടന. ഇതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. അതിലവിടെ നടക്കുന്ന ഇപ്പോൾ ഒരു ചക്രത്തി പോരാട്ടമാണ്. ആ പോരാട്ടത്തിന്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്വേതാ മേനോന്റെ നേതൃത്വത്തിൽ ഒരു ഗ്രൂപ്പും കുക്കു പരമേശ്വരന്റെ നേതൃത്വത്തിൽ മറ്റൊരു ഗ്രൂപ്പുമാണ്. കുക്കു പരമേശ്വരൻ ഈ കഴിഞ്ഞ ഒരു മാസം മുമ്പ്, ഈ ഇലക്ഷൻ തൊട്ട് മുമ്പ് തൃശ്ശൂർ ഒരു പരിപാടിക്ക് വന്നപ്പോൾ അവിടെ വെച്ച് കണ്ടിരുന്നു. തൃശ്ശൂർ അവിടെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറിയപ്പോഴത്തേക്കും ഞാൻ കയറിയ അവർ പുള്ളിക്കാരിയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുക്കു പരമേശ്വരൻ്റെ നേതൃത്വം, കുക്കു പരമേശ്വരനാണ് ജനറൽ സെക്രട്ടറി, പ്രസിഡന്റ്. ഈ പ്രസിഡന്റിന്റെ കുക്കു പരമേശ്വരന്റെ നേതൃത്വത്തിൽ 2 ഗ്രൂപ്പാണ്. ഇനി അൻസിബ ഹസന്റെ കാര്യത്തിലേക്ക് വന്നാൽ, അൻസിബ ഹസന്റെ കാര്യത്തിൽ ഇത് ആദ്യമായിട്ടുണ്ടാണ് കേസല്ല. അൻസിബ ഹസനെതിരെ ആകെ 14-17 പേരേ ഉള്ളൂ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ. അത് പ്രത്യേകം നോട്ട് ചെയ്യണം. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ അത്രയും പേരേ ഉള്ളൂ. അതിലുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ ഒരംഗം, ഒരു വനിത, ഇവർക്കെതിരെ പരാതി കൊടുത്തു. ആർക്കെതിരെ? അൻസിബ ഹസനെതിരെ. അൻസിബ ഹസനെ 3 മണിക്കൂർ പോലീസ് ചോദ്യം ചെയ്തു. കേരള പോലീസിന് വേറെ പണിയൊന്നുമില്ലല്ലോ. പരാതി എന്തായിരുന്നു അറിയോ? ഈ പറയുന്ന വനിതക്ക് അൻസിബ ഹസൻ, നിങ്ങൾ അവിടെ ചെന്ന് പുറത്തൊരു വിദേശത്തൊരു പരിപാടിക്ക് പോയപ്പോൾ അവിടെ ചെന്ന് മറ്റേ ബാക്കി ഇവരൊക്കെ അവരൊക്കെ ഫോട്ടോ എടുത്തു എന്ന് ചോദിച്ചൊരു ചോദ്യം അയച്ചു. ആ ചോദ്യം അയച്ചിട്ട് ഭർത്താവ് അതിൻ്റെ പേരിൽ പീഡിപ്പിച്ചു എന്നാണ് ഇവർ പറയുന്നത്. ഭർത്താവിൻ്റെ ഫോണിലേക്കല്ല ചോദ്യം അയച്ചത് ആരുടെ പേരിലേക്കാണ്? ഈ പറയുന്ന വനിതാംഗത്തിന്റെ പേരിലേക്കാണ്. ആ പേരിലേക്ക് വനിതാംഗത്തിന്റെ മൊബൈൽ ഫോണിലേക്ക്, അവരുടെ പേഴ്സണൽ മൊബൈൽ ഫോണിലേക്ക് ചോദ്യം അയക്കുകയും അത് ഭർത്താവ് കാണുകയും ചെയ്തു എന്ന് പറഞ്ഞ് ഈ ചോദ്യം അയച്ചതിന് ശേഷം 1 മാസം കഴിഞ്ഞപ്പോൾ ഇവർ കൊണ്ടുപോയിട്ട് മറ്റേ തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. പിന്നെ കേരള പോലീസിന് വലിയ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ ഇത് ഗംഭീര വിഷയമായിട്ട് എടുക്കുകയും ഇവരോട് സംസാരിക്കുകയും ഇവരോട് ഏതാണ്ട് 1 മണിക്കൂർ 3 മണിക്കൂർ ചോദ്യം ചെയ്യുകയും അതിനുശേഷം ഒരു ഇതെഴുതി മേടിക്കുകയും ചെയ്തു. എന്താണെന്നറിയാം? ഒരു മാപ്പപേക്ഷ.
ഇങ്ങനെ ഞാൻ ഇന്റൻഷനലി ഒന്നും അയച്ചതല്ല, പക്ഷെ ഇത് ആർക്കെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു, എഴുതി മേടിച്ചു. ഇനി അടുത്തൊരു കോമഡി കൂടി കേട്ടാൽ താങ്കൾക്ക് ഇതിന്റെ ഏതാണ്ട് പൂർണ്ണരൂപം മനസ്സിലാവും. ആ കോമഡി എന്ന് വെച്ചാൽ, ഇതിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇതേ അൻസിബാസിന് ഈ പരാതി കൊടുത്ത വനിതയുടെ ഭർത്താവ് ഭാര്യയുടെ കുറ്റങ്ങൾ പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആകെ കൂടിക്കിഴഞ്ഞ് മറ്റേ ചക്ക കുഴയുന്ന പോലെ കുഴഞ്ഞിട്ടുള്ള ഒരു പരിപാടിയാണിത്. പിന്നെ അൻസിബാസൻ പറയുന്ന അൻസിബാസനും ബാക്കിയുള്ളവരുമായിട്ടുള്ള ഒരുപാട് അവിഹിത കഥകൾ പ്രചരിക്കുന്നു. അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. ടിനി ടോമിന്റെ എൻട്രി എന്താണെന്ന് വെച്ചാൽ, ടിനി ടോം ഈ അൻസിബാസൻ പറയുന്നത് വിശ്വസിക്കാനാണ് നമുക്ക് കൂടുതൽ താല്പര്യം. അൻസിബക്കെതിരെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. എനിക്ക് വലിയ ദേഷ്യം തോന്നിയിട്ടുണ്ട്. കാരണം വെച്ചാൽ അൻസിബാസനൊക്കെ ഈ AMMയുടെ പരിപാടി അങ്ങോട്ട് ഏറ്റെടുക്കുമ്പോഴേക്കും മറ്റേ സ്മൃതി പരുത്തിക്കാടിനോടാണ് തർക്കിക്കുന്നത് ഞാൻ കേട്ടു. സ്മൃതി പരുത്തിക്കാട് AMM എന്ന് പറഞ്ഞപ്പോ AMM എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വർത്താനം പറയില്ല, നിങ്ങൾ അമ്മ എന്ന് പറയണം എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്തു. ഏതാണ്ട് അൻസിബാസിനൊക്കെ ഏതാണ്ട് ഭയങ്കര മറ്റേ ഇതെന്താണ്ട് മറ്റേ ലോകോത്തര സംഘടനയാണ്, നമ്മൾ അവരെ അമ്മ എന്ന് വിളിക്കണം. നമുക്ക് അമ്മ എന്ന് വിളിക്കാൻ സൗകര്യമില്ല, ഇപ്പോഴും സൗകര്യമില്ല. പക്ഷേ ഇപ്പൊ അൻസിബാസൻ പറയുന്നതാണ് ശരി. അൻസിബാസന് മനസ്സിലായിപ്പോ ഇതിന്റെ അകത്ത് കിടക്കുന്ന എന്താണ്. അൻസിബാസൻ പറയുന്നത് ഇങ്ങനെ നിങ്ങളൊന്ന് ആലോചിക്കണം, അപ്പൊ എത്ര ഒത്തൊരുമ ഉണ്ടെന്ന് അറിയില്ല. അപ്പൊ ആകെ 17 പേര്, ആകെ 506 പേരുടെ സംഘടന, അതിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ 14-17 പേരുടെ സംഘടന. ആ സംഘടനക്കകത്തുള്ള ഒരാൾ വേറൊരാൾക്കെതിരെ പരാതി കൊടുത്തു. എന്നിട്ട് അൻസിബ് വിളിച്ചിട്ട് പ്രസിഡന്റിനോട് പറഞ്ഞു, ആര്, ശ്വേതാമേനോനോട് പറഞ്ഞപ്പോൾ ശ്വേതാമേനോൻ പറഞ്ഞത് ദാറ്റ്സ് എ പേഴ്സണൽ കേസ്, ഇത് AMMനെ ബാധിക്കുന്ന ഒരു കാര്യമില്ല, അതുകൊണ്ട് നിങ്ങൾ യു ഹാവ് ടു ഡീൽ വിത്ത് ദാറ്റ്, നിങ്ങൾ പേഴ്സണലി തന്നെ ഡീൽ ചെയ്യണം എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും. ഈ സംഘടനയ്ക്കുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി. അപ്പൊ ഇനി ഇത് കൂടാതെ ശരിക്കും പറഞ്ഞ് ഇപ്പൊ അടുത്തൊരു പരാതി മറ്റേ പുള്ളിക്കാരിയുടെ വേറൊരു പുള്ളിക്കാരി ഉണ്ടല്ലോ, ആ പുള്ളിക്കാരിയുടെ പരാതി വന്നിട്ടുണ്ട്. ഇപ്പൊ ആ പരാതി എന്ന് പറയുന്നത് ടിനി ടോം അവരെ അസഭ്യം പറഞ്ഞു, അടിക്കാൻ കയ്യോങ്ങി എന്നൊക്കെയാണ് പറഞ്ഞേക്കണത്. ഈ പുള്ളിക്കാരിക്കെതിരെ, അതും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും പറയുന്നത് ആലോചിക്കണം. മറ്റേ ആ മെലിഞ്ഞിരിക്കുന്ന ഒരു സ്ത്രീ ഉണ്ടല്ലോ, നേരത്തെ പണ്ടേ ഉള്ള നടിയാണ് അവര്, നീന പ്രസാദ്, എന്താണ് ആ നടിയുടെ പേര്, അപ്പൊ ആ പുള്ളിക്കാരി എന്ത് ചെയ്തു, ഈ പറയുന്ന പോലെ അടിക്കാൻ കയ്യോങ്ങി, അസഭ്യം പറഞ്ഞു, അശ്ലീലം വിളിച്ചു എന്നൊക്കെയാണ്. അപ്പൊ ഇന്നലെ എനിക്ക് ഇതെല്ലാം വല്ല ചിരി വന്നത്. എനിക്ക് ചിരി വന്നത് പ്രിയങ്ക എന്ന് പറഞ്ഞൊരു നടിയുണ്ടല്ലോ, മറ്റേ കൈക്കൂലി മേടിക്കാൻ കേസ്, പല കേസൊക്കെ ആലപ്പുഴ പ്രിൻസ് ഹോട്ടലിൽ വെച്ചുണ്ടായ കേസ് എന്നൊക്കെ പറഞ്ഞുള്ള തലവേദന ഉണ്ടാക്കിയ നടിയുണ്ട്. ആ നടി വന്നിട്ട് പറയാണ്, അങ്ങനെ നിങ്ങൾ പറയരുത്, അങ്ങനെ അൻസിബ പുറത്തു വന്ന് പറയരുത്, അൻസിബക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ AMMക്ക് ഉള്ളിൽ പറയണമെങ്കിൽ AMMക്ക് ഉള്ളിൽ പറയണം, അല്ലാതെ പുറത്തു പോയി പറയരുത്. അങ്ങനെ പറയാനാണെങ്കിൽ ഞങ്ങൾക്കും പലതും പറയേണ്ടത്. അപ്പൊ അവിടെ നടക്കുന്നതിന് ഏതാണ്ട് ഒരു രക്തം ചുരുക്കം എന്താണെന്നുള്ളത് മനസ്സിലായി. പിന്നെ ഇതിന്റെയൊക്കെ കാരണം എന്താ വെച്ചാൽ, അൻസിബ പറയുന്നത് അടുത്ത ഏറ്റവും വലിയ കാര്യം, അൻസിബ പറയുന്നത് ഒരു മതസംഘടനയുടെ ആളുകൾ ഇവരുടെ ഒരു പരിപാടി സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് 75 ലക്ഷം രൂപ മേടിച്ചു. 2 കോടി രൂപ ചോദിച്ചാൽ അവർ തന്നേനെ എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ സ്പോൺസർ ചെയ്യാം എന്ന് പറഞ്ഞപ്പോഴേക്കും അത് ഒരു മതസംഘടനയുടെയും പരിപാടി ഇങ്ങനെ സ്പോൺസർ ചെയ്യുന്നത് ശരിയല്ല എന്നൊരു അഭിപ്രായം അൻസിബാസൻ പറഞ്ഞു. അതൊരു ഹിന്ദു സംഘടനയുടെയാണ്, അപ്പോൾ ഞാൻ പറയുന്നില്ല അറിയാതെ. അപ്പോൾ അത് സ്പോൺസർ ചെയ്യാൻ തോന്നി, വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വേണ്ട, അങ്ങനെ അൻസിബാസൻ പറഞ്ഞ നിലപാട് കറക്റ്റാണ്. കാരണം വെച്ചാൽ ഒരു മതസംഘടന ഈ വേറൊരു മതസംഘടന വരും. അപ്പോൾ അങ്ങനെ മതസംഘടനയുടെ ഒക്കെ പേരിൽ നമ്മളൊരു സ്പോൺസർഷിപ്പ് മേടിക്കുന്നത് ശരിയല്ല. ഒന്ന്, രണ്ടാമത്തേത് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ്, അതുകൊണ്ട് ഒരു ഡൊണേഷൻ മേടിക്കാൻ മാത്രമേ നമുക്ക് അധികാരമുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടും പറഞ്ഞതുകൊണ്ട് പിറ്റേ ദിവസം മുതൽ ടിനി ടോമൊക്കെ എതിരായി എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. യഥാർത്ഥത്തിൽ ടിനി ടോമിന്റെ ഒപ്പമാണ് ശ്വേതാ മേനോനൊക്കെ നിൽക്കുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ കാര്യം. പിന്നെ ഇതിന്റെ അകത്തുള്ള മുഴുവൻ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മളിവിടെ നാടുവിട്ട് എന്ത് ചെയ്യേണ്ടി വരും, പോകേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് അതൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല. ഇപ്പൊ സാന്ദ്ര തോമസ് എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരി വന്നിട്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെ കുറിച്ച് ഒരു പരാതി പറഞ്ഞു. എന്താണ് പരാതി പറഞ്ഞതെന്ന് ഓർമ്മയുണ്ട? പരാതി പറഞ്ഞതെന്ന് ഓർമ്മയുണ്ട? അതിന്റെ അകത്ത് മുകളിൽ 4 റൂമുണ്ട്, റൂമിൽ താമസിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്, അവിടെ നടക്കുന്നതൊന്നും ഞാൻ പുറത്തു പറയുന്നില്ലെന്ന് പറഞ്ഞു. സാന്ദ്ര തോമസ് എന്ന് പറയുന്ന സ്വന്തം കൂടെയുള്ള ഫ്രാറ്റേണിറ്റിയിലുള്ള എപ്പോഴും സൗഹൃദമായിട്ടുള്ള ഒരാള് ഒരു ഡ്രസ്സ് ഇട്ടിട്ട് വന്നപ്പോൾ ആ ഡ്രസ്സിനെ കുറിച്ച് ചർച്ച ചെയ്ത് എല്ലാവരും കൂടി, ഏത് മീറ്റിങ്ങിലാണെന്ന് വിചാരിക്കണം. അപ്പൊ എല്ലാവരുടെയും ശരിക്കും പറഞ്ഞാൽ ബാക്കി ഈ നാട്ടിൽ റോട്ടിൽ കൂടി കിടക്കണമെങ്കിൽ എത്രയോ മാന്യനാണെന്ന് നോക്കണം. അവൻ പരിചയക്കാരനെ ഇതുപോലെ നോക്കുന്നില്ല, പോട്ടെ, ഇനി നോക്കിയാൽ തന്നെ അത് കഴിഞ്ഞിട്ട് അവൻ സ്ഥലം വിടുകയാണ്. ഇതങ്ങനെയല്ല, ഗ്യാങ് ആയി ചേർന്ന് എന്ത് ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് വന്ന വേറൊരു പ്രൊഡ്യൂസറുടെ അനുഭവം കേട്ടായിരുന്നു, ഓർമ്മേണ്ട? ആ പ്രൊഡ്യൂസറുടെ കാറിലേക്ക് വേറൊരു പ്രൊഡ്യൂസർ കയറിയത് തന്നെ ഒന്ന് അവിടെ വരെ ആക്കിയേക്കുന്നു.
എന്നിട്ട് പകുതി വഴി എത്തിയപ്പോൾ അവരെ കയറി പിടിച്ചു. സിനിമാ രംഗത്ത് ഈ പറയുന്ന പോലെ പലപ്പോഴും ഉള്ള ഒരു പ്രവണത എന്ന് പറയുന്നത് സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഇത് മാത്രമാണ് എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പിന്നെ ടിനി ടോമൊക്കെ അങ്ങനെ കുഴപ്പക്കാരായിട്ടൊന്നും കേട്ടിട്ടില്ല. പക്ഷെ ടിനി ടോമൊക്കെ ഇപ്പോൾ വികാരപരമായിട്ടൊക്കെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. പക്ഷെ ടിനി ടോമൊക്കെ പറയുന്നതിൽ ഒരു കാര്യം കറക്റ്റാണ്. ഈ പറയുന്ന മറ്റേ പുള്ളിക്കാരിയോട് പല അശ്ലീലവും വൃത്തികളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനിവർ പറയുന്ന ന്യായീകരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ മറ്റേ പ്രോഗ്രാം നടക്കുമ്പോഴുള്ള ടെൻഷൻ കാരണം നമ്മളങ്ങനെ സിമ്പിൾ. പിന്നെ ഈ സിനിമാ സെറ്റിലൊക്കെ നടക്കണ പല കാര്യങ്ങളും ഉണ്ട്. നമ്മളിപ്പോൾ പുറത്തു പറഞ്ഞ ആളുകൾ വിശ്വസിക്കില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു നടി തെറ്റിച്ചു, 3 തവണ തെറ്റിച്ചു, 4ാമത്തെ ടേക്ക് എടുക്കുമ്പോൾ പച്ചത്തെറിയാണ് വിളിക്കണം. പക്ഷെ എന്നിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ എനിക്ക് പച്ചത്തെറി കേൾക്കുന്നതും കുഴപ്പമില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് പ്രൊമോഷൻ ഇവർ വന്നിരിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇരുന്നിട്ട് പറയും. ആക്ച്വലി ഡയറക്ടറുടെ ഭാഗത്തു നിന്ന് അതുപോലെ മറ്റേ നടന്റെ ഭാഗത്ത് നിന്ന് എല്ലാവരുടെ ഭാഗത്തു നിന്ന് വലിയ സഹകരണമായിരുന്നു. ഞങ്ങൾ ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ സഹകരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു എന്തെങ്കിലും തെറ്റുകൾ നമുക്ക് പറ്റിയാൽ അവരത് ചൂണ്ടിക്കാണിച്ചു. സത്യത്തിൽ ഇവർ അഭിനയിക്കുന്നത് വെള്ളിത്തിരയിലല്ല, വെള്ളിത്തിരക്ക് പുറത്ത് ഇവരുടെ അഭിനയം അതിഗംഭീരമാണ്. ഇതുപോലെ ശ്വേതാ മേനോനും ഒക്കെ തന്നെ നിങ്ങൾ എന്നെ കളിയാക്കാൻ വേണ്ടി വിളിച്ചാണോ, നിങ്ങൾ എന്നെ ആക്കാൻ വേണ്ടി വിളിച്ചതാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സ്മൃതി പരുത്തിക്കാരൻ്റെ അടുത്തൊക്കെ ചൂടാകുന്നുണ്ട്. എന്തോ വലിയ ആൾക്കാരാണ് വരുന്നത്. ഈ 504 പേരുടെ സംഘടനയാണ്. നമ്മുടെയൊക്കെ ദൗർഭാഗ്യത്തിന് നമ്മളൊക്കെ അവർ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കുറച്ചുകൂടി ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയിൽ നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. പിന്നെ അവരിൽ നിന്ന് കൂടുതലൊന്നും നമ്മൾ പ്രതീക്ഷിക്കരുത്. കാരണം എന്ന് വെച്ചാൽ അവർ IAS പരീക്ഷ എഴുതിയെടുത്തവരോ അവർ സിവിൽ സർവീസിൻ്റെ എക്സാം പ്രിലിമിനറി മെയിൻസ് പാസ്സായിട്ട് വന്നവരോ ഒന്നുമല്ല. അവർ സാധാരണ ആൾക്കാരാണ്. അവർ നടന്മാരും നടിമാരുമായ അല്പം പ്രശസ്തരായി പോയെന്നേ ഉള്ളൂ. അതുകൊണ്ട് അവർക്ക് വലിയ രാഷ്ട്രീയ ബോധം ഉണ്ടാകണമെന്നൊക്കെ വിചാരിച്ച് നമ്മളങ്ങോട്ട് ആരാധിക്കാതിരുന്നാൽ മതി. മനസ്സിലായി? നമ്മൾ ആരാധിക്കാതിരുന്നാൽ മതി. ആരാധിച്ചാൽ നമ്മുടെ കുഞ്ചുകൂടി. കുഞ്ചുകൂടി എന്ന് പറഞ്ഞാൽ പണ്ട് വിജയുടെയൊക്കെ ഒരു സിനിമ ഇറങ്ങിയപ്പോൾ മറ്റേ 25 അടി 50 അടിയുള്ള കട്ടൗട്ട് ഒരുത്തരം ഉണ്ടാക്കി വെച്ചിട്ട് അതിന്റെ മുകളിൽ കയറിയിട്ട് പാലഭിഷേകം നടത്തിയപ്പോൾ താഴേക്കൂടി കുഞ്ചുകൂടിഞ്ഞ് മരിച്ചു. അതുപോലെയൊക്കെ നമുക്ക് ഭ്രാന്ത് തോന്നാതിരുന്നാൽ മതി. നമ്മളൊരു ജോലി ചെയ്യുന്നു, അവരൊരു ജോലി ചെയ്യുന്നു എന്നുള്ളത് പോലെ കണ്ടാൽ യാതൊരു കുഴപ്പവും ഇല്ല. പിന്നെ അവരിൽ നിന്ന് നമ്മൾ ഉദാത്തമായിട്ടുള്ള പ്രഭാഷണങ്ങളും ഭയങ്കരമായിട്ടുള്ള ഉയർന്ന ചിന്താഗതിയൊന്നും പ്രതീക്ഷിക്കരുത്. സുകുമാര അഴീക്കോടോ അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകളോ വലിയ പ്രഗത്ഭരായിട്ടുള്ള പ്രൊഫസേഴ്സോ അത്തരത്തിലുള്ള ആളുകളൊന്നും അവരെ അല്ല. യാഥാർത്ഥ്യം കൊണ്ട് മനസ്സിലാക്കുക. ശ്വേതാ മേനോനാണ്, സരയുവാണ്, ടിനി ടോമാണ്. ടിനി ടോമൊക്കെ അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും ബുദ്ധിപരമായ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. പാവം മനുഷ്യരായിട്ടാണ് നമുക്കിപ്പോഴും വന്ന് വൈകാരികമായിട്ട് എന്തെങ്കിലും. ഇന്നലെ തന്നെ ഒന്ന് ആലോചിക്കും. ടിനി ടോമിനെതിരെ ആരോപണം വന്നപ്പോൾ ടിനി ടോം മറുപടി പറയലേടാ, ഞാൻ ഒരാൾക്കെതിരെ ഒന്നും ചെയ്തിട്ടില്ല, നിങ്ങൾ ഒരാളെ വിളിച്ചു നോക്കുന്നു പറഞ്ഞാൽ ആരാ വിളിക്കണം? പ്രിയങ്ക. അപ്പോൾ പ്രിയങ്ക അപ്പം തന്നെ സർട്ടിഫിക്കറ്റ് കൊടുത്തു. ടിനി ടോം ഈസ് ബെസ്റ്റ്. ഇതിൽ ഏറ്റവും ബുദ്ധിമാന്മാരാരാന്നറിയാം? അത് മമ്മൂട്ടി മോഹൻലാലാണ്. നിങ്ങൾ നോക്കിക്കോ, എന്ത് സംഭവിച്ചാലും എന്ത് ചെയ്യില്ല. ഒരു വാചകം അവരുടെ ഇതുമല്ല. എന്നാൽ അബദ്ധമായിരിക്കും എന്ന് അവർക്കറിയാം. അതുകൊണ്ട് എന്താ വെച്ചാൽ സ്റ്റാപ്ലർ അടിക്കുവാണ്. മമ്മൂട്ടിയാണ് ഇതിൽ ഏറ്റവും ബുദ്ധിമാൻ. പുള്ളി ശരിക്കും പറഞ്ഞാൽ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് പുള്ളി ഇവിടത്തുകാരനല്ലേ എന്ന് എനിക്ക് തോന്നുന്നു. എന്താ വെച്ചാൽ പുള്ളി തെലുങ്ക് സിനിമയിൽ അഭിനയിക്കുന്ന ഒരാളെ പോലെ പുള്ളിയുടെ വരുമാനം. കാരണം പുള്ളി ഇവിടുത്തെ ഒരു പ്രശ്നത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടില്ല കേട്ടാ. മോഹൻലാൽ സെക്രട്ടറി സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് പെട്ടുപോയി, കാരണം അഭിപ്രായം പറയേണ്ടി വന്നു ലാസ്റ്റ്. പക്ഷെ മമ്മൂട്ടി അതിൽ പോലും ഒന്നും ചെയ്യില്ല. ഹേമ കമ്മിറ്റി വേണോ വേണ്ടയോ, വേണ്ടണം എന്നുള്ളതാണ് പുള്ളിയുടെ. പിന്നെ അൻസിബാസിന് അവര് ഒരു സിനിമയിൽ കിട്ടൂല അൻസിബാസിന്. എന്താ കാര്യം വെച്ചാൽ ഇനി അൻസിബാസിന് ആകെ സിനിമ കിട്ടാൻ പോണെന്ന് ഞാൻ പറഞ്ഞില്ല. ദൃശ്യം 4ാമത് ഇറങ്ങും, അന്നേരം സിനിമ കിട്ടും. കാരണം അതിലെന്ന് പറഞ്ഞാൽ മോള് മാറി വേറൊരു മോളായി എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. പരമ്പരയിൽ പോയത് അതുകൊണ്ട് അതിൽ കിട്ടും. പക്ഷെ അൻസിബാസിന് വേറൊരു സിനിമയും കിട്ടില്ല. ആ കിട്ടാത്തതിന്റെ കാര്യം എന്ന് വെച്ചാൽ അൻസിബാസിന് ഇതിനേക്കാൾ വലിയൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്. ആ തെറ്റാണ് ഏറ്റവും വലിയ തെറ്റ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വിടണമെന്നും അതിന്റെ പേരുകൾ പുറത്തു വരട്ടെ എന്നും ആര് പറഞ്ഞു? അതോടുകൂടി അൻസിബാസിന്റെ പരിപാടി ഞാനതിനെ സംബന്ധിച്ച് പേരുകൾ പുറത്തു വിടണം, ഗവൺമെന്റ് പുറത്തുവിടാൻ വൈകിയത് തെറ്റാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അന്ന് പോലും എന്നെ വലിയ പ്രഗത്ഭരായിട്ടുള്ള അറിയപ്പെടുന്ന ഈവൻ സിനിമയിലൊക്കെ അടക്കമുള്ള ആളുകൾ വിളിച്ചിട്ട് പറഞ്ഞ് വഴി കൂടി നിൽക്കുമ്പോൾ ശ്രദ്ധിക്കണോട്ടാന്ന് പറയും. വല്ല റേഞ്ച് റോവർ ഡിഫൻഡറൊക്കെ വന്ന് ഇടിച്ചിട്ട് എന്ത് ചെയ്യും? പിന്നെ ഞാനന്ന് വളരെ സന്തോഷത്തോടെ അത് കേട്ട്. സൈക്കിൾ ഇടിച്ചും ഭാരവണ്ടി ഇടിച്ചും ഒക്കെ മരിക്കണ്ടല്ല, ഡിഫൻഡറൊക്കെ ഇടിച്ച് എന്ത് ചെയ്യും? ഒരു അന്തസ്സുണ്ടല്ല. അപ്പൊ അതെന്ത് ചെയ്യാന്ന് വിചാരിച്ച് ഞാനെന്ത് ചെയ്ത് ഈ പാടോട് പറയും. അപ്പൊ എന്നോട് പറയും നിങ്ങൾ ഈ പറഞ്ഞത് തമാശയാണ്, പക്ഷെ ഞാൻ പറഞ്ഞ കാര്യം ഇതാണ് ഇതിന്റെ കാര്യം. അതുകൊണ്ട് ഇനി സിനിമ എന്ത് ചെയ്യണ്ട,
പ്രതീക്ഷിക്കണം. ഇനി അടുത്തത് അൻസിഫാസം കാണിക്കാൻ പോണ അടുത്തൊരു കടന്നായി ഉണ്ട്. അതെന്താ വെച്ചാൽ ജനറൽ ബോഡി യോഗത്തിൽ എന്ത് ചെയ്യും, ഇത് ചോദിക്കുമെന്നാണ് പറയുന്നത്. ജനറൽ ബോഡി യോഗത്തിലും കൂടി ചോദിച്ചാൽ തീർന്നു. ജനറൽ ബോഡി യോഗത്തിൽ നിങ്ങൾക്ക് വലിയ സ്വാതന്ത്ര്യമുണ്ട്. എന്തിനാണെന്നറിയാമോ? ബുഫേ മീൽസ് ആയിരിക്കും, അത് കഴിച്ചിട്ട് പോവാം. അതിൽ നിങ്ങൾക്ക് സൂപ്പ് എടുക്കാം, സ്വീറ്റ്സ് എടുക്കാം, ഏത് വേണം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. അല്ലാതെ അഭിപ്രായം ഒന്നും എന്ത് ചെയ്യരുത്. അഭിപ്രായം ആ ഇൻഡസ്ട്രിയുടെ പ്രത്യേകതയാണ്. അഭിപ്രായം മറ്റേ ആളുകളെ ചുറ്റിപ്പറ്റി നിന്നാലും എന്ത് കിട്ടും. അപ്പം അതുകൊണ്ട് ഇതൊക്കെ ഇതിനപ്പുറവും ഇനി നടക്കും. ഇനി പല കേസുകളും വരും. ഇത് ശരിക്കും പറഞ്ഞാൽ മാധ്യമങ്ങൾക്ക് വലിയ സന്തോഷം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ കുറിച്ചുള്ള വാർത്തകളെങ്കിൽ കേൾക്കാൻ ആളുകളുണ്ടാവും. അതുകൊണ്ട് രാവിലെ മുതൽ രാത്രി വരെ ഇത് വെച്ചടിക്കും. അത് കേരളത്തിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് എന്താണ്? AMM എന്ന് പറഞ്ഞ സംഘടനക്കകത്ത് നടക്കുന്ന പ്രശ്നങ്ങളാണ്. ആ 504 പേരുള്ള സംഘടനക്കകത്ത് നടക്കുന്ന പ്രശ്നങ്ങളാണ്. അതുപോലെ WCCക്കകത്ത് നടക്കുന്ന പ്രശ്നങ്ങളാണ്. വേറെ ഒന്നും കേരളത്തിൽ പ്രശ്നമില്ല. ആദിവാസി ഗോത്ര മേഖലയിൽ മറ്റേ 3 കുട്ടികൾ പോഷകാഹാരം കിട്ടാതെ മരിച്ചത്, കുഴപ്പമില്ല. ഇത് നമുക്ക് ചർച്ച ചെയ്യാം. ഏത്? അൻസിഫ ഹസന്റെ ദുഃഖങ്ങളും ടിനി ടോമിന്റെ ദുഃഖവും.